ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 76-ന്റെ റിവ്യൂ. 75 ദിവസം പൂർത്തീകരിച്ച ഇന്ന് എപ്പിസോഡിൽ സീക്രട്ട് ടാസ്ക് വിജയിപ്പിച്ച ഷാനവാസ്. തുടർച്ചയായി 4ാമത്തെ വീക്കിലും ജയിലിലെത്തിയ അനീഷ്. മൊത്തത്തിൽ 5 തവണ ജയിലിൽ കിടന്നിട്ടുണ്ട് അനീഷ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ജയിലിൽ പോകാൻ അനീഷിനേക്കാൾ യോഗ്യതരായവർ കുറേ പേരുണ്ടായിരുന്നു. എങ്കിലും അനീഷിനാണ് ഇത്തവണയും നറുക്ക് വീണത്. കൂടെ അനുമോളും. അക്ബറിനെ അനീഷ് കടിച്ചുവെന്ന് ആണ് ഒരു കാരണം. എന്നാൽ അക്ബർ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിയാവുന്നത്? എന്നിട്ട് അക്ബറിനെ ജയിലിൽ വിട്ടതുമില്ല, ക്യാപ്റ്റൻസിയിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിലെ ഷാനവാസിനെ അടിച്ചപ്പോഴൊന്നും ഇതുപോലെ ജയിലിൽ വിട്ടതുമില്ല. രാവിലെ ടോയ്ലറ്റ് സംബന്ധമായ വഴക്ക് നടന്ന മൂലമായിരിക്കും എല്ലാവരും ഇങ്ങനെ ജയിലിൽ വിടാൻ കാരണം. പയറ് കൊടുത്തില്ല, എല്ലാവർക്കുമുള്ള ഫുഡ് എടുത്ത് കുറച്ച് പേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു, നിവിനുമായിട്ട് പ്രശ്നമുണ്ടായി. അങ്ങനെ പലവിധ കാരണങ്ങളെ കൊണ്ടാണ് അനുമോളിനെ ജയിലിൽ ഇട്ടത്. 3 ദിവസം നീണ്ടുനിന്ന ടാസ്കിൽ മോശം പെർഫോമൻസ് ചെയ്തവരെയാണ് ജയിലിൽ വിടേണ്ടത്. അങ്ങനെ നോക്കിയ സാബുവാനും നൂറയുമാണ് ശരിക്കും പോകേണ്ടത്. ഇതിപ്പോൾ ഓരോരുത്തർക്കും പേഴ്സണൽ കാര്യങ്ങൾ വെച്ചാണ് നോമിനേഷൻ ചെയ്യുന്നത്. ചിലരൊക്കെ സുഖമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ഇതിനിടയ്ക്ക് അനുമോളുടെ ഒരു പ്രഹസനം. അനുമോളുടെ മൂക്ക് സർജറി ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. പാവ ടാസ്കിൽ അക്ബർ തള്ളിയതും കാരണം മൂക്കിന്റെ അകത്തെ എല്ല് മാറിപ്പോയിരിക്കുന്നുവെന്ന്, നല്ല വേദനയൊക്കെയാണെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ മുഖത്തെ എക്സ്പ്രഷനെങ്കിൽ കണ്ടതല്ലേ. പ്രൈവറ്റ് ബസ്സിൽ കയറി എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചതിനെ പറ്റി അക്ബർ നിശിതമായി വിമർശിക്കുന്നു അനുമോളെ. എന്തിനാ ബിഗ് ബോസ് എന്നെ എല്ലാവരും കൂടി ജയിലിലിടുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എന്താ തെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ അടുത്ത പ്രഹസനമായി അനീഷ്. അനീഷ് പറഞ്ഞതിൽ കാര്യമുണ്ട്. അനീഷിനേക്കാൾ എത്രയോ പേരുണ്ട് ജയിലിൽ പോകാൻ യോഗ്യരായിട്ടുള്ളവർ. അനുമോൾ മറ്റുള്ളവർക്കെതിരെ പറയുന്നതെല്ലാം തിരിച്ചും അനുമോൾ തന്നെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നെവിൻ അനുമോളെ പൊളിച്ചെടുക്കുന്നുണ്ട്. തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ട് 3 മനുഷ്യരൂപങ്ങളുണ്ടാക്കി ഭിത്തിയിൽ ഒട്ടിക്കുക എന്നായിരുന്നു ജയിൽ ടാസ്ക്. താരതമ്യേന എളുപ്പമായ ഒരു ടാസ്ക് ആയിരുന്നു ഇത്. ജയിലിനുള്ളിൽ കിടന്ന് അനുമോളും അനീഷും തങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് സ്പോൺസർ ടാസ്ക് പറയുന്നതിനിടയ്ക്ക് ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്ത് ബിഗ് ബോസ്. ഇന്ന് ഒരു പ്രാങ്ക് മിഡ് വീക്കെൻഡ് എവിഷൻ ഉണ്ടായിരിക്കുമെന്നും അതിന് പോകേണ്ട ആളെ ഷാനവാസിന് തിരഞ്ഞെടുക്കാമെന്നും സഹായിയായിട്ട് ഒരാളെ കൂട്ടാമെന്നും ഷാനവാസും സഹായിയും കൂടാതെ ഒരു 4 പേരും കൂടെ കൺവിൻസ് ചെയ്ത് ടാർഗറ്റ് ചെയ്യേണ്ട ആളെ 6 വോട്ട് കൊടുത്ത് പുറത്താക്കുക. അതായിരുന്നു ടാസ്ക്. ഈ സീക്രട്ട് ടാസ്ക് പ്രാങ്ക് ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഷാനവാസ് ആദിലയുടെ പേര് പറയുന്നു ടാർഗറ്റ് ചെയ്യാൻ. ആദിലയും നൂറയും ഷാനവാസും തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുമുണ്ട്. പണ്ട് പെൺകുട്ടിമാരും ഏട്ടനുമായിരുന്നവർ ഇപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് പരസ്പരം. ആദിലയും നൂറയും അയാളെപ്പറ്റി പറയുന്നത് പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം. പ്രേക്ഷകർക്ക് അതിൽ അവരുടെ അമർഷവുമുണ്ട്. ഷാനവാസ് പുറത്താക്കാൻ വേണ്ടി ആദിലയെ തിരഞ്ഞെടുത്തതിന് ശേഷം സഹായിയായിട്ട് അക്ബറിനെ തിരഞ്ഞെടുക്കുന്നു. അത് ഏതായാലും ഗുഡ് ചോയ്സ് ആയിരുന്നു. അക്ബർ വഴി ആരിനെയും നെവിനെയും കൺവിൻസ് ചെയ്യാനായിരുന്നു ഷാനവാസിന്റെ പ്ലാൻ. അക്ബർ ആദ്യം വിശ്വസിച്ചില്ല. സീക്രട്ട് ടാസ്ക് കുളമാക്കി ഇയാൾക്ക് തന്നെ കൊടുക്കുമോ എന്നായിരുന്നു അക്ബറിന്റെ ഭാവം. അക്ബറിനോട് മാത്രമേ ഫേക്കാണെന്ന് പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരുടെ ഷാനവാസ് പറയാൻ പറഞ്ഞത് ഒറിജിനലായിട്ട് പുറത്ത് കളയുമെന്ന് തന്നെയാണ്. അക്ബർ ആരിനെയും നെവിനെയും പോയി കൺവിൻസ് ചെയ്തു. ആര്യൻ ആദ്യം വിശ്വസിച്ചില്ല. മാത്രമല്ല ആരിന്റെ കണ്ണിൽ സ്ട്രോങ് പ്ലെയറായ ആദിലെ കളയാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ടാസ്ക് ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആര്യൻ ചെയ്യാമെന്ന് സമ്മതിച്ചു. ഷാനവാസ് ആര്യനോട് നേരിട്ട് പറയണമെന്നും നേരിട്ട് കണ്ടപ്പോൾ ആര്യൻ ഷാനവാസിനോട് ചോദിച്ചു, ഒരാളെ പുറത്താക്കിയില്ലെങ്കിൽ നിങ്ങൾ പുറത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയെന്ന്. ഷാനവാസ് ലക്ഷ്മിയുടെയും സാബുമാന്റെ അടുത്ത് പോയി കാര്യം അവതരിപ്പിച്ചു. ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും അവരും കൂടെ കൂടാമെന്ന് സമ്മതിച്ചു. ഇല്ലെങ്കിൽ ആര് വേണമെങ്കിലും വോട്ട് സ്പ്ലിറ്റായി പുറത്തു പോകാമെന്നും ഇങ്ങനെ ചെയ്താൽ തങ്ങൾ സേഫ് ആയിരിക്കുമെന്നും ഷാനവാസ്. നിങ്ങളുമായിട്ട് കൂട്ടല്ലേ അവരെന്നും ലക്ഷ്മി ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, കൂട്ടായിരുന്നു, പക്ഷെ അവർ എന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തതെന്നും അവരെനിക്ക് ശരിക്കും മനസ്സിലായി എന്നും ഷാനവാസ്. ബിഗ് ബോസിന്റെ അറിയിപ്പനുസരിച്ച് മിഡ് വീക്ക് എവിഷനായിട്ട് എല്ലാവരും ഇതൊന്നും അറിയാത്ത അനീഷ് ആര്യനെയാണ് നോമിനേഷൻ ചെയ്ത്. ആര്യൻ പണം കൊടുത്ത് വോട്ട് നേടുമെന്ന് പറഞ്ഞതായും അതുകൊണ്ട് പല കാരണങ്ങളാലും ആര്യൻ പോകണമെന്നും അനുമോൾ നെവിനെയും പറഞ്ഞു. ഷാനവാസ് ആദിലയുടെ പേര് പറഞ്ഞുകൊണ്ട് ആദിലയും നൂറയും ഷാനവാസിന്റെ പേരാണ് പറഞ്ഞത്. എല്ലാവരും പ്ലാൻ ചെയ്തതുപോലെ ആദിലയുടെ പേരാണ് പറഞ്ഞത്. അനീഷിന്റെ പേരാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും തൽക്കാലം ഞാൻ ആദിലയുടെ പേര് പറയുന്നു എന്ന് പറഞ്ഞു. ഷാനവാസ് ടാസ്ക് വിജയിച്ചാൽ കണ്ട് സ്വയം കൈയടിക്കുന്നു. നൂറയ്ക്ക് വലിയ ഭാവമാറ്റമൊന്നുമില്ല. നൂറ അത്യാവശ്യം നല്ല ബോൾഡാണ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നൂറയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തും ബാക്കി എല്ലാവരെയും കെട്ടിപ്പിടിക്കുകയും അക്ബറിനോട് മാപ്പൊക്കെ പറഞ്ഞ് ആതിര പോവുകയും ചെയ്യുന്നുണ്ട്. ആര്യൻ വാഷ്റൂമിൽ പോയി വളരെ മനപ്രയാസത്തോടെ സംസാരിക്കുന്നുണ്ട്. ആര്യന് ഒരു താല്പര്യമില്ലായിരുന്നു ആദിലയെ പറയാൻ. ആദില യാത്ര ചോദിച്ച് പോകാൻ നേരത്തെ ഷാനവാസിന് കൈ കൊടുക്കുമ്പോൾ ഷാനവാസ് കൈ പിടിക്കാതിരിക്കുകയും ആദില പോകുമ്പോൾ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാൾ ഇപ്പോഴും ക്യാരക്ടറിൽ തന്നെയെന്ന് ആദില ദേഷ്യത്തോടെ. എന്റെ ഫോട്ടോ ഫ്രെയിമിൽ ഇയാൾ വരണ്ട എന്ന് ആദില. ഷാനവാസ് വാദിക്കന്റെ അവിടെ ആറ്റിറ്റ്യൂഡ് പിടിച്ച് നിൽക്കുന്നു. അനീഷ് വിളിക്കുന്നുണ്ട്, അക്ബർ വിളിക്കുന്നുണ്ട്. ഷാനവാസ് ചെല്ലുന്നില്ല. എന്തൊരു അഭിനയം! ഓഹോ, കിടിലൻ ആക്ടിങ്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പോകാനിരിക്കുന്ന ആതിരയോടെ ബിഗ് ബോസ്, ആതിര കയറി വരൂ, അകത്തേക്ക് കയറി വരൂ, ഇതൊരു പ്രാങ്കാണ്. അപ്പോൾ അനുമോളും നൂറയും ആദിലയും കെട്ടിപ്പിടിച്ച് കരയുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു.
അപ്പോൾ ബിഗ് ബോസിന്റെ വീണ്ടും ഒരു അറിയിപ്പ്. ഷാനവാസിന് കിട്ടിയ സീക്രട്ട് ടാസ്കാണിത്. ഷാനവാസും കൂട്ടരും ഇത് നന്നായിട്ട് ചെയ്തു. ഷാനവാസിന് അഭിനന്ദനങ്ങൾ. ആദിലയും നൂറയും അനിമോളും കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് സന്തോഷം പങ്കിട്ടുകൊണ്ടിരുന്നപ്പോൾ നെവിൻ പറയുന്നു, ദേ അവിടെ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഷാനവാസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. നൂറയും ആദിലയും മുന്നിലും പിന്നിലുമായി കെട്ടിപ്പിടിച്ച് കരയുന്നു, ഉമ്മ വയ്ക്കുന്നു. വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന പാട്ടിന്റെ അകമ്പടിയോടുകൂടി നെവിൻ വീഡിയോ എടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഷാനവാസിന്റെ എന്തൊരു ആക്ടിങ്, എന്തൊരു അഭിനയം! ഓഹോ! ഇന്ന് പകൽ ഷാനവാസ് അനിമോളുടെ അടുത്ത് അവരുടെ കുറ്റങ്ങൾ പറയുകയും അവർ അനിമോളുടെ അടുത്ത് ഷാനവാസിന്റെ കുറ്റങ്ങൾ പറയുകയുമായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്ക് അവർ വീണ്ടും ഒന്നായി. തന്നെ ഈ പ്രാങ്കിൽ വിളിക്കാത്തതിൽ പരിഭവം കൊണ്ട് നിൽക്കുന്ന അനീഷ്. തന്റെ വിജയഗാഥ പറയുന്ന ഷാനവാസ്. 10 മിനിറ്റ് കൊണ്ടാണ് താൻ എല്ലാവരെയും കൺവിൻസ് ചെയ്തതെന്ന് ഷാനവാസ്. അക്ബർ ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. എന്തൊരു അഭിനയമാണ് ഷാനവാസിന്റേത്. ഷാനവാസിന് നല്ല പണി കൊടുക്കാനും മീശയൊക്കെ വടിക്കാൻ ഇരിക്കുകയായിരുന്നു എന്ന് നൂറ. ഏതായാലും ഇന്നത്തെ ലൈവും എപ്പിസോഡും വളരെ നല്ലതായിരുന്നു. ഏട്ടനും പെങ്ങളൂട്ടിമാരും ഒന്നായി. ഇനി എങ്ങനെയാവുമോ കളികൾ, കാണാം. ഒറ്റയ്ക്കിരിക്കുന്ന അനീഷ് തന്റെ സുഹൃത്തായിട്ടും തന്നെ വിളിക്കാത്തതിൽ അനീഷിന് ഭയങ്കര വിഷമമുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ? ഇന്നത്തെ എപ്പിസോഡിൽ മികച്ച പ്രകടനം നടത്തിയത് ആരാണ്? അനീഷും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വീണ്ടും തകരുമോ? അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇടയ്ക്ക് തകരും, പിന്നെയും കൂടിച്ചേരും, പിന്നെയും തകരും. ഇപ്പോൾ ഇതാണ് സ്ഥിതി.